ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലും വീഴ്ചകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. മാനുഷികമായിട്ടുള്ള വീഴ്ചകൾ. ഇതാണ് ഇന്ന് തിരുസഭ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളായി ലോകം മുഴുവനും യേശുവിനെക്കുറിച്ച് അറിയുന്നത് ഈ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലൂടെയാണ്. എങ്കിലും ഏറ്റവും മഹത്തമായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. വിശുദ്ധ ബർണബാസും വിശുദ്ധ പൗലോസും വിശുദ്ധ മർക്കോസും ഒക്കെ പങ്കെടുക്കുന്ന ആ മിഷണറി യാത്രയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഉടലെടുക്കുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് അവർ സഞ്ചരിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ എങ്ങനെ അവർ ആരംഭിച്ചു എന്നതല്ല, അവരെങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്നതാണ് നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത്. പിൽക്കാലത്ത് ജയിലിലായിരുന്നപ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോട് പറയുന്നുണ്ട്, അവൻ എന്നെ സേവിക്കുന്ന ഏറ്റവും ഉപകാരപ്രദം ആയിട്ടുള്ള, വെരി യൂസ്ഫുൾ, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മനുഷ്യനാണ് മർക്കോസ് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏത് രീതിയിലുള്ള സംഘർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഒരു റിക്കൺസിലിയേഷൻ, രമ്യതപ്പെടുക, അനുരഞ്ജനപ്പെടുക എന്നതാണ് ഇവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നാം പല ദൗത്യങ്ങളും പല നല്ല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടാകാം. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുത്ത് നാം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാകാം. എന്നാൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും റിക്കൺസിലിയേഷൻ, അല്ലെങ്കിൽ അനുരഞ്ജനം പെടുവാനായിട്ട് നാം തയ്യാറാണെങ്കിൽ. വിശുദ്ധ മർക്കോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധരുടെ എല്ലാം ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ പ്രാധാന്യമാണ്. അങ്ങനെ ഏറ്റെടുത്ത ദൗത്യം ഏറ്റവും നന്നായിട്ട് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ മർക്കോസിൻ്റെ മാധ്യസ്ഥത്താൽ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.